പ്രിയ സുഹൃത്തുക്കളെ, മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിൻ്റെ ഭാഗമായ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന ശബ്ദരേഖയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ശബ്ദരേഖ 41 ദിവസം നിങ്ങൾ മുടങ്ങാതെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിത വിജയത്തിൻ്റെ വിചിത്രമായ രഹസ്യമാണ് ഈ ശബ്ദരേഖയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മൊത്തം ലോക ജനസംഖ്യയുടെ ശതമാനക്കണക്കെടുത്താൽ 100-ൽ 5 പേർ മാത്രം വിജയിക്കുന്നതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിജയം എന്നാൽ മുൻകൂട്ടി കണ്ട ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്താൽ വിജയിയായി. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഉചിതമായ ഒരു ആദർശത്തിൻ്റെ ഉത്തമമായ സാക്ഷാത്കാരമാണ് വിജയമെന്ന് പറയുന്നത്. എന്താണ് വിജയത്തിന് തടസ്സം എന്നറിയാമോ? ഭൂരിപക്ഷം മനുഷ്യരും മറ്റുള്ളവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 95% പരാജയപ്പെട്ട ആളുകളെ തന്നെ അനുകരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും പരാജയപ്പെടുന്നു. ജോലിയുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു സർവേ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ 20-ൽ 19 പേരും മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് തങ്ങളും ജോലിക്ക് പോകുന്നു, മറ്റുള്ളവർ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തങ്ങളും രാവിലെ എഴുന്നേൽക്കുന്നു. ഇതായിരുന്നു അവരുടെ ഉത്തരം. എന്താണ് വിജയത്തിൻ്റെ രഹസ്യം? ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്നതാണ് വിജയത്തിൻ്റെ രഹസ്യം. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പോകുന്ന അധ്യാപകനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നയാൾ വിജയിക്കുന്നു. വീട്ടമ്മയാകാൻ ആഗ്രഹിച്ചു, അത് നല്ലൊരു വീട്ടമ്മയായി മാറുന്ന ആൾ അതിൽ വിജയിച്ചു. ഒരു കച്ചവട സ്ഥാപനം നടത്താൻ ആഗ്രഹിച്ചു, അത് നല്ല രീതിയിൽ വിജയകരമായി നടത്തുന്ന ഒരാൾ വിജയിച്ചു. ഒരാൾ ഒരു വലിയ സെയിൽസ്മാൻ ആകാൻ ആഗ്രഹിച്ചു, അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചു, അത് വിജയകരമായി അയാൾ ആ സെയിൽസ്മാനായി തീർന്നാൽ അത് വിജയിച്ചു. ഇവിടെ മത്സരിക്കുന്നവർ അല്ല വിജയിക്കുന്നത്, ആരെങ്കിലും ചെയ്യുന്നത് അനുകരിക്കുന്നവരുമല്ല വിജയിക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നവർ ആണ് വിജയിക്കുന്നത്. വിജയത്തിനൊരു താക്കോൽ, ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത വിളക്ക്, അങ്ങനെ ഒന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. അത് ഞാൻ കണ്ടെത്തി. കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും നേടാൻ കഴിയാത്തവരും എന്നാൽ പ്രത്യേകിച്ച് കഠിനാധ്വാനം ഒന്നും ചെയ്യാതെ വിജയിക്കുന്നവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കാരണം അവരുടെ കയ്യിൽ ഒരു മാന്ത്രിക താക്കോലുണ്ട്, ഒരു മാന്ത്രിക വിളക്കുണ്ട് അവരുടെ കയ്യിൽ. എന്തു തൊട്ടാലും പൊന്നാകുന്ന വിളക്ക്. വിജയിക്കുന്നവർ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നവരും പരാജയപ്പെടുന്നവർ പരാജയപ്പെടുന്നതും ആകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട മാന്ത്രിക വിളക്ക് ഇതാ. ലക്ഷ്യവും കൃതജ്ഞതയും ക്ഷമയുമാണ് ആ മാന്ത്രിക വിളക്കിൻ്റെ രഹസ്യം. ഒന്നാമത്തത് ലക്ഷ്യം. ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബസ്, അതിൻ്റെ ക്രൂ, ഡ്രൈവർ, ക്യാപ്റ്റൻ എന്നിവരില്ലാതെ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇവരൊന്നുമില്ലാതെ സ്റ്റാർട്ടാക്കി വിടുന്ന ഒരു കപ്പൽ വിട്ടാൽ അത് എന്ത് ചെയ്യും? അത് എവിടെയെങ്കിലും പോയി തകരും. ഉദാഹരണത്തിന്, സെയിൽസ്മാൻ ആയ ഒരാളുടെ പരിധി എന്ന് പറയുന്നത് ആകാശമാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രതിഫലം നേടാൻ ഒരു സെയിൽസ്മാന് സാധിക്കും. എന്നാൽ കൃത്യമായ ലക്ഷ്യവും കൃത്യമായ ആഗ്രഹവുമുള്ളവർ വളരെ കുറച്ച് മാത്രമാണ്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ലോകമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കഴിവില്ലെങ്കിലും ഇന്ന് ജീവിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉടനടി മാറിമറിയും. വൻ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാകും. നിങ്ങൾ ഭാഗ്യം ആകർഷിക്കുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ മുതൽ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറി ക്രമാനുഗതമായി ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഭയവും സംശയവും ഉത്കണ്ഠയും കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ മാത്രമായി മാറും. ഇതാ ഒന്നാമത്തെ താക്കോൽ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി മാറുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി നിങ്ങൾ മാറുന്നു. ലോകത്തെ എല്ലാ മതങ്ങളും പ്രവാചകന്മാരും തത്വചിന്തകരും എല്ലാവരും ഈ കാര്യത്തിൽ ഏകകണ്ഠേന യോജിക്കുന്നു. നിശ്ചിത ലക്ഷ്യമുള്ള മനുഷ്യൻ അത് പൂർത്തിയാക്കും.
ഒരു ദിവസം മുഴുവൻ എന്താണോ അയാൾ ചിന്തിക്കുന്നത് അതാണ് അയാൾ. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിച്ചാൽ നിങ്ങളത് നേടും. നിങ്ങൾ സന്തോഷവാനാകാൻ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾ നേടും. നിങ്ങൾ അറിവ് നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് നേടും. നിങ്ങൾ ആത്മീയത ആഗ്രഹിച്ചാൽ നിങ്ങൾക്കതും നേടാൻ കഴിയും. നല്ലൊരു കുടുംബജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് നേടാൻ കഴിയും. അതിനായി ദിവസവും നിങ്ങൾ 100 കണക്കിന് കാര്യങ്ങൾ ചിന്തിക്കാതെ ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുക. ഇതിന് എല്ലാ മതങ്ങളിലും ഉദാഹരണമുണ്ട്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നു, എല്ലാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9:23 പറയുന്നു, വിശ്വാസത്തിന് സകലതും സാധ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അർ-റദ്ദിൽ 11-ാം ആയത്തിൽ പറയുന്നു, ഒരു ജനതയുടെ അവസ്ഥ അള്ളാഹു മാറ്റുകയില്ല, അവർ സ്വയം മാറ്റിയാലല്ലാതെ. മുണ്ടകോപനിഷത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഏത് ലക്ഷ്യസ്ഥാനങ്ങളും സുഖഭോഗ വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചാൽ ആ ലക്ഷ്യസ്ഥാനങ്ങളും ആനന്ദ വസ്തുക്കളും അവൻ നേടുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ ചിന്തിക്കുന്നതാണ്. ദിവസം മുഴുവൻ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഒരാളുടെ മനസ്സിൽ സ്ഥിരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അയാൾ അതായി മാറുന്നു. പുരോഗമനാത്മകമായി ചിന്തിച്ചാൽ പോസിറ്റീവായത് നേടും. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സംശയങ്ങൾ രാജ്യദ്രോഹികളാണ്. പലപ്പോഴും വിജയിക്കുമായിരുന്ന പല കാര്യങ്ങളും ശ്രമിക്കാനുള്ള ഭയം കൊണ്ട് പരാജയപ്പെടുന്നു. 2 വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുക, വിജയിക്കുക. ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ സ്വന്തമായൊരു ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിനുവേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഉദാഹരണം ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ഒരു കർഷകൻ കൃഷി നടുന്നത് പോലെയാണ്. ഭൂമിയിൽ എന്ത് നടുന്നു എന്നത് ഭൂമിക്ക് പ്രശ്നമല്ല. കർഷകൻ ഒരു സ്ഥലത്ത് ധാന്യം വിതച്ചാൽ ആ ധാന്യം തന്നെ വിളയും. എന്നാൽ വിഷച്ചെടി വിതച്ചാലോ അവിടെ വിഷച്ചെടിയായിരിക്കും വളരുന്നത്. എന്താണോ നടുന്നത് അത് വളരും, എന്താണോ വിതച്ചത് അത് കൊയ്യും. ഈ ഒരു ഉദാഹരണം പോലെയാണ് മനുഷ്യ മനസ്സ്. ഭൂമി പോലെയാണ് മനുഷ്യ മനസ്സ്. എന്താണോ അതിൽ നടുന്നത് അത് വളരും. മനുഷ്യ മനസ്സ് വളരെ ഫലഭൂയിഷ്ടമാണ്. വിജയമോ ലക്ഷ്യമോ പരാജയമോ ഉത്കണ്ഠയോ എന്താണോ നിങ്ങൾ അതിൽ നടുന്നത് അത് വളർന്നുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ പര്യവേഷണം നടത്താത്ത അവസാനത്തെ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ മനസ്സാണ്. അതിൽ അവസാനിക്കാത്ത സമ്പത്ത് അടങ്ങിയിരിക്കുന്നു. നാം നേടാൻ ആഗ്രഹിക്കുന്നതെന്തുമാകട്ടെ അത് നിങ്ങൾക്ക് മനസ്സ് നൽകും. എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സുപയോഗിക്കുന്നില്ല? കാരണം മനസ്സ് നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മൂല്യമുള്ളതെല്ലാം സൗജന്യമായി ലഭിച്ചതാണ്. നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം, പ്രതീക്ഷകൾ, ബുദ്ധി, കുടുംബം, കുട്ടികൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, ഈ അമൂല്യമായ സ്വത്തുക്കളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. എന്നാൽ പണം ചിലവാക്കുന്ന കാര്യങ്ങൾ മൂല്യം കുറഞ്ഞതും മാറ്റി നിർമ്മിക്കാവുന്നതുമാണ്. നമ്മുടെ വീട് കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് നന്നാക്കാം. ഏതു വാഹനവുമാകട്ടെ നമുക്ക് കേടുവന്നാൽ നന്നാക്കാം. പണം കൊടുത്ത് വാങ്ങിയതെല്ലാം മാറ്റി വാങ്ങാം. എന്നാൽ സൗജന്യമായി ലഭിച്ചതൊന്നും പുനർസൃഷ്ടിക്കാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യനാകട്ടെ പണം നൽകി വാങ്ങിയ കാര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുകയും സൗജന്യമായി ലഭിച്ച കഴിവുകൾക്കും ശക്തികൾക്കും വില നൽകാതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സിനെ വേണ്ട രീതിയിൽ നാം ഉപയോഗപ്പെടുത്തണം. ഏത് തരത്തിലുള്ള ജോലി ഏൽപ്പിച്ചാലും അതിന് ചെയ്യാൻ സാധിക്കും. എന്നാൽ മനസ്സിൻ്റെ കഴിവിൻ്റെ 10% പോലും മനുഷ്യൻ ഉപയോഗിക്കുന്നില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനിക്കൂ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കൂ. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ വിത്ത് മനസ്സിൽ നടുക.
അതിനെ വെള്ളമൊഴിച്ച് പരിപാലിക്കുക. അത് യാഥാർത്ഥ്യമാകും. ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. അത് നേടിയതായി മനസ്സിൽ നിങ്ങൾ ചിത്രീകരിക്കുക. ഇന്നത്തെ കാലഘട്ടം നമ്മെ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസ്സിൻ്റെയും കാലഘട്ടത്തിലേക്കാണ് നയിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശീലിച്ച പഴഞ്ചൻ ചിന്താഗതികൾ മാറ്റാൻ നാം തയ്യാറാകണം. ഇന്നും നാളെയും അടുത്ത വർഷവും എന്ത് ആകണമെന്ന് നാം ചിന്തിച്ചു തുടങ്ങണം. ഉദാഹരണത്തിന്, വലിയ വാഹനങ്ങൾ ഒരു ചെറിയ ഡ്രൈവർ നിയന്ത്രിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു വലിയ വാഹനം നിയന്ത്രിക്കുന്നത് നിങ്ങളാണെങ്കിൽ, നിങ്ങളാണ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ വാഹനത്തെ കുഴിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമോ? അതോ സ്വയം വാഹനം പോകട്ടെ എന്ന് ചിന്തിക്കുമോ? അതോ 2 കൈകൾ കൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിച്ച് നിങ്ങൾ ആ വാഹനത്തെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുമോ? അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കണം. ഒരു മനുഷ്യനെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് നയിക്കുവാനും അതേസമയം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കുവാനും നിങ്ങളുടെ ചിന്തകൾക്ക് കഴിയും. ഇതാണ് ആ അത്ഭുത വിളക്കിൻ്റെ രഹസ്യം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ രഹസ്യമെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു രഹസ്യമല്ല. ബൈബിളിലും ഖുർആനിലും ഭഗവത്ഗീതയിലും നിരവധി ഇടങ്ങളിൽ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചില വിചിത്രമായ കാരണങ്ങൾ കൊണ്ട് കാലങ്ങളായി ഇത് രഹസ്യമായി തുടരുകയാണ്. എന്തിന്? നിങ്ങളൊരു പൊതുസ്ഥലത്ത് പോയി ഒരു സർവേ നടത്തിയാൽ എന്താണ് വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയാൻ കഴിയുന്ന ഒരാളെപ്പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ അറിവ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പ്രയോഗിച്ചാൽ നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മളുടെ ജോലിക്കാരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ താക്കോൽ ആയിരിക്കും ഈ രഹസ്യം. ജീവിതം എപ്പോഴും ആവേശകരമായ സാഹസികതയായിരിക്കണം. ഒരു മനുഷ്യൻ പൂർണ്ണതയോടെ ജീവിക്കണം. രാവിലെ കിടക്കയിൽ നിന്നും സന്തോഷവാനായി എഴുന്നേൽക്കണം. ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യണം. നാം ഭൂമിയിൽ ഒരു യാത്രക്കാരനാണ്. അത് നാം ആവേശകരമായി പൂർത്തിയാക്കണം. എല്ലാ മനുഷ്യരുടെയും മുഴുവൻ അധ്യാപകന്മാരായിരുന്ന പ്രവാചകന്മാർ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് വീണ്ടും 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 വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അത്ഭുത വിളക്ക് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ആഗ്രഹമാണ് വിളക്കിലുള്ള ജീനിക്കുള്ള ആജ്ഞ. യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീനി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്യം, നന്ദി, ക്ഷമ എന്നീ ശീലങ്ങളുടെ ശീലങ്ങളിലൂടെ അത്ഭുത വിളക്കാകുന്ന നിങ്ങളുടെ ഹൃദയം ഇന്നു മുതൽ നിങ്ങൾ തുടയ്ക്കാൻ തുടങ്ങുക. 41 ദിവസത്തിനകം അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. 41 ദിവസത്തെ ഈ ഒരു ശ്രമം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. വില കൊടുക്കാതെ ഒന്നും നേടാൻ കഴിയില്ല. ഡോക്ടർ ആകണമെങ്കിൽ വർഷങ്ങൾ പഠിക്കുന്നത് പോലെ ഇതിനായും നിങ്ങൾ കുറച്ച് സമയം കൊടുക്കാൻ തയ്യാറാകണം. കൃത്യമായ, വ്യക്തമായ ഒരു ലക്ഷ്യം സജ്ജീകരിക്കണം. സാധ്യമായ എല്ലാ ദിശകളിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സിനെ നിങ്ങൾ തയ്യാറാക്കണം. സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ നിങ്ങളുടെ ഭാവനയെ നിങ്ങൾ തുറന്നു വിടണം. നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ കുറഞ്ഞത് 10% നിങ്ങൾ മാറ്റിവെക്കണം. സമ്പാദ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് 2.5% നിങ്ങൾ ദാനം ചെയ്യണം. ഇപ്പോഴത്തെ ജോലി എന്തുമാകട്ടെ, എത്ര ചെറുതുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി മാറും. നിങ്ങളുടെ ഭാവനയെ ഉയർത്തുക. നിങ്ങളുടെ മനസ്സ് ഉയരട്ടെ. ധൈര്യം നിലനിർത്തുക. ദിവസവും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്താണോ എപ്പോഴാണോ മുന്നിൽ വരുന്ന അവസരം, ആ അവസരത്തിൽ നിങ്ങൾ ധൈര്യമായി നടപടിയെടുക്കുക. പൂർണ്ണമായും നിങ്ങളുടെ വിജയത്തിൽ വിശ്വസിക്കുക. രാവിലെയോ രാത്രിയോ ഈ ശബ്ദരേഖ
41 ദിവസം മുടങ്ങാതെ നിങ്ങൾ കേൾക്കണം. ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്. എന്താണോ ലക്ഷ്യം അത് നിങ്ങൾ ഒരു കാർഡിൽ എഴുതുക. അത് കൂടുതൽ സമ്പത്താകാം, കൂടുതൽ വരുമാനമാകാം, നിങ്ങളുടെ വരുമാനം തന്നെ ഇരട്ടിയാകുന്നതാകാം, മനോഹരമായ ഒരു വീടാകാം, ജീവിതത്തിലെ ഒരു വലിയ സ്ഥാനമാകാം, നല്ലൊരു കുടുംബാന്തരീക്ഷമാകാം. നിങ്ങളുടെ കാർഡിൽ വ്യക്തമായി നിങ്ങളുടെ ഒരു ലക്ഷ്യം എഴുതുക. അത് ദിവസം മുഴുവൻ നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ കരുതുക. പോസിറ്റീവായി എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ കാർഡ് എടുത്ത് നിങ്ങളുടെ ലക്ഷ്യം വായിക്കുക. കിട്ടുന്ന ഇടവേളകളിലെല്ലാം നിങ്ങളതെടുത്ത് നോക്കുക. സന്തോഷത്തോടെ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അത് നിങ്ങൾ നേടിയെടുത്തതാണെന്നും ഉടൻ തന്നെ അത് നിങ്ങളുടേതാകുമെന്നും നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകുമ്പോഴും ഭൂമിയിലെ സമൃദ്ധിയെ നിങ്ങൾ കാണുക. അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പൂർണ്ണമായും അസൂയ കൈവെടിയുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുതിയ ശീലങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടില്ല. പ്രതിഷേധാത്മകമായ ചിന്തകൾ വന്നാൽ മൂല്യവത്തായ ലക്ഷ്യത്തിൻ്റെ പോസിറ്റീവായ ചിത്രം ഉപയോഗിച്ച് വീണ്ടും നിങ്ങളുടെ ചിന്തയെ മാറ്റി സ്ഥാപിക്കുക. 5% വിജയികളാവാൻ നിങ്ങൾ പുറപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ മാനസികപരമായും ശാരീരികപരമായും അതിനൊരുങ്ങുക. 41 ദിവസം നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ചിന്തിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാവൂ. ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിജയികളായി. എവിടേക്കാണ് പോകുന്നതറിയാവുന്ന 100-ൽ 5 പേരിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞു. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കും എന്ന് അധികം ചിന്തിക്കരുത്. അത് പ്രപഞ്ചശക്തിക്ക്, പ്രപഞ്ചത്തിന്, പ്രപഞ്ച സൃഷ്ടാവിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ അറിയുക. ഉത്തരങ്ങൾ വഴിയേ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ചോദിക്കുക, തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, തീർച്ചയായും അത് നിങ്ങൾ കണ്ടെത്തും. 41 ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തിന് ശാന്തമായി സന്തോഷത്തോടെ നിങ്ങൾ ജോലി ചെയ്യുക. ഇതിനിടയിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് വരാം. ആ അവസരങ്ങൾ ആവേശത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും. സ്ഥിരോത്സാഹം വിശ്വാസത്തിൻ്റെ മറ്റൊരു പദമാണ്. വിശ്വാസമാണ് നിങ്ങളുടെ വിജയം. 41 ദിവസത്തിൽ നിഷേധാത്മകമായ ചിന്തകൾ അധികരിച്ച് എന്തെങ്കിലും കാരണവശാൽ ഇത് മുടങ്ങിയാൽ വീണ്ടും നിങ്ങൾ ശ്രമിക്കുക. പോസിറ്റീവായ ചിന്തകൾ ശീലമാക്കുക. പ്രചോദനാത്മകമായ വീഡിയോകൾ കാണുക. ഉത്കണ്ഠ, ഭയം എന്നിവ ഒഴിവാക്കി ധൈര്യത്തോടെ ലക്ഷ്യം മുറുകെ പിടിക്കുക. നിങ്ങൾ പോസിറ്റീവ് വിതയ്ക്കുക. തീർച്ചയായും നിങ്ങൾ പോസിറ്റീവ് കൊയ്യും. പണം സമ്പാദിക്കാനുള്ള മാർഗം അത് ഉൽപ്പന്നങ്ങളായോ സേവനങ്ങളായോ പണത്തിനായി കൈമാറുന്നതാണ്. വിജയം പണം ഉണ്ടാകുന്നതിൻ്റെ ഫലമല്ല. വിജയിച്ച ശേഷം മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയൂ. അടുപ്പിന് മുന്നിലിരുന്ന് എനിക്ക് ചൂട് തരൂ, എന്നിട്ട് ഞാൻ വിറക് കത്തിക്കാം എന്ന് പറയുന്നത് പോലെയാണ് പലരും. ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് വിറക് കത്തിക്കണം. അതിനായി ജോലി ചെയ്യുക, സേവനം ചെയ്യുക. ആത്മാർത്ഥമായി നമ്മുടെ സേവനം ചെയ്യുക. നിങ്ങൾ ഏത് ജോലിയിലാണോ ഉള്ളത് പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി ആ ജോലി ചെയ്യുക. മറ്റുള്ളവരെ സമ്പന്നനാക്കുമ്പോഴാണ് നമ്മളും സമ്പന്നരാകുന്നത് എന്ന് തിരിച്ചറിയുക. വിജയത്തിൻ്റെ അവസാന രഹസ്യം സ്വയം ലക്ഷ്യം വയ്ക്കുക. സ്വയം പിന്തിരിഞ്ഞോടുന്നത് ഒഴിവാക്കുക. വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ ചെയ്യാതെ പകരം നിങ്ങൾക്ക് സാധ്യമായ എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കുക. കുട്ടിക്കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മനോഭാവം കണ്ടെത്തുക. നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് പൂർണ്ണമായും അതിനെ മായ്ച്ചു കളയുക. വിജയകരമായ ഒരു ലക്ഷ്യം കണ്ടെത്തി നിങ്ങൾ അതായി മാറുക. 41 ദിവസത്തെ സമൃദ്ധിയുടെ ഈ പ്രക്രിയ നിങ്ങൾ തുടരുക. ശാന്തവും സന്തോഷകരവും വിജയകരവുമായ ജീവിതം നയിക്കുന്ന ന്യൂനപക്ഷത്തിൽ തീർച്ചയായും നിങ്ങൾ ഉൾപ്പെടും. നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു വലിയ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. താങ്ക് യു ഓൾ.